ഈ അഹദ് എന്ന വാക്കിന് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കുകയില്ല. ഇംഗ്ലീഷിൽ വൺ ഓഫ് എന്ന് പറയുന്നതിന് തുല്യമായ അർത്ഥമാണ് അഹദുൻ എന്ന വാക്കിനുള്ളത്. വൺ ഓഫ് എന്ന് മാത്രം പറഞ്ഞാൽ അത് കൃത്യമായൊരർത്ഥം ദ്യോതിപ്പിക്കുന്നില്ല. വൺ ഓഫ് 10 അല്ലെങ്കിൽ വൺ ഓഫ് 100 അല്ലെങ്കിൽ വൺ ഓഫ് 1000 എന്നൊക്കെ പറഞ്ഞാലേ അതിൻ്റെ അർത്ഥം കിട്ടുകയുള്ളൂ. അതായത് 10-1 അല്ലെങ്കിൽ 100-1 അല്ലെങ്കിൽ 1000-1 എന്നൊക്കെ പറയുന്ന ആ ഒരു അർത്ഥം. അല്ലാതെ വൺ ഓഫ് എന്ന് മാത്രം പറഞ്ഞാൽ ആ വാക്ക് അപൂർണമാണ്. അതിനോടൊപ്പം വേറെ എന്തെങ്കിലും കൂടി വേണം, എങ്കിലേ അത് പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ടാണ് അഹദുൻ എന്ന പദത്തെക്കുറിച്ച് അബുൽ അലാ മൗദൂദി പറഞ്ഞത്, സാധാരണഗതിയിൽ ഈ പദം മറ്റൊന്നിനെ അതിനോട് ഘടിപ്പിച്ചുകൊണ്ടോ അതിനെ മറ്റൊന്നിനോട് ഘടിപ്പിച്ചുകൊണ്ടോ ആണ് ഉപയോഗിക്കുക എന്ന്. കാരണം അറബി വ്യാകരണം അനുസരിച്ച് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കെൽപ്പ് അഹദ് എന്ന വാക്കിനില്ല. അഹദ് എന്ന വാക്ക് കേവലം ഒരാളെ മാത്രം വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചാൽ അറബി ഭാഷയിൽ അത് വ്യാകരണ പിശകാണ്. അതുകൊണ്ടാണ് മൗദൂദി പറഞ്ഞത്, അല്ലാഹുവിനെ